പല ഡയറ്റുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഡയറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ സ്പെയർഡ് മോഡിഫൈഡ് ഫാസ്റ്റ്. പല വിദേശ രാജ്യങ്ങളിലും പല ആളുകളും ഇത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രിഡോമിനൻ്റ്ലി ഇതിൻ്റെ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, ശരീരത്തിൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കുക. വെയിറ്റ് അല്ല, വാട്ടർ വെയിറ്റ് അല്ല, ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കുക. അപ്പോൾ ലോ കാർബ്, ഷുഗർ കട്ട്, കീറ്റോ, അറ്റ്കിൻസ്, കാർണിവോർ, ആനിമൽ ബേസ്ഡ്, വീഗന്, ഫ്രൂട്ടേറിയൻ, ബാലൻസ് ഡയറ്റ്, പല സാധനങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്താണെന്നുള്ളത് പരിശോധിക്കാം. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കഥ പറയുകയാണെങ്കിൽ, ഒരു പഠനം നടന്നു, ക്ലിനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പഠനം നടന്നത് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഒബീസ് ആയിട്ടുള്ള ആളുകളിലായിരുന്നു. അവർക്ക് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇവരുടെ ആ ഒരു പ്രോട്ടീൻ ഒന്ന് പ്രിസർവ് ചെയ്യണം, ശരീരത്തിൻ്റെ ടോട്ടൽ പ്രോട്ടീൻ ഒന്ന് പ്രിസർവ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ശരീരത്തിൽ ഫുഡിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ശരീരം ആ കോമ്പോസിഷൻ കീപ്പ് ചെയ്യുന്നുള്ളതായിരുന്നു പഠനം. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ ഫാറ്റ് മാറ്റി നോക്കി, കാർബ് നോക്കി, ഏറ്റവും അവസാനം അവർ ചെയ്തൊരു പരിപാടി വെച്ചാൽ പ്രോട്ടീൻ്റെ അളവ് ഒന്ന് കൂട്ടി നോക്കി. അങ്ങനെ കൂട്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെ ശരീരഭാരം, ഉദാഹരണം 100 പൗണ്ട്, 1 പൗണ്ടിന് 1.5 ഗ്രാം പ്രോട്ടീൻ വെച്ച് സപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഈ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നത് കുറഞ്ഞു എന്നവർക്ക് കാണാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പൗണ്ടുള്ള ഒരാൾ 150 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നിന്ന് സിഗ്നിഫിക്കൻറ്റ് ലോസ് ഓഫ് നൈട്രജൻ നഷ്ടപ്പെടുന്നത് തടയാൻ പറ്റിയെന്ന് അവർ കണ്ടുപിടിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് നേരെ ഈ സംഭവത്തിലോട്ട് പോകാം. എന്താണ് PSMF അല്ലെങ്കിൽ പ്രോട്ടീൻ സ്പെയർഡ് മോഡിഫൈഡ് ഫാസ്റ്റ്, അല്ലെങ്കിൽ വേറൊരു പേര് പറയുന്നുണ്ട്. ഈ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കും കൂടിയാണിത്. അപ്പോൾ അവർ ഇതിനെ വിളിക്കുന്നത് റാപ്പിഡ് ഫാറ്റ് ലോസ് എന്നും കൂടിയാണ്. പൊതുവെ 1-2 ആഴ്ച സമയത്തിൽ കോമ്പറ്റീഷന് വേണ്ടി റെഡിയാവുന്ന ആൾക്കാർ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട്, നാച്ചുറൽ വെയ്റ്റ് ലിഫ്റ്റേഴ്സ്. അപ്പോൾ ആർക്കാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്? കൂടുതൽ ബോഡി ഫാറ്റുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യും. ലീനർ സൈഡിലോട്ട് വരുന്തോറും കുറച്ചും കൂടെ ആ ഒരു റേറ്റ് കുറവായിരിക്കും. പക്ഷേ ഇപ്പോൾ ഉദാഹരണം 3.5 മുതൽ 6 പൗണ്ട് വരെ ഒരാഴ്ചയിൽ ഹയർ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഉള്ള ആളുകളിൽ ഫാറ്റ് ലോസ് ഉള്ളതായിട്ടുള്ള കേസ് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ മുമ്പ് പറഞ്ഞ പോലെ 1 പൗണ്ട് ലീൻ ബോഡി വെയ്റ്റ് ഈക്വൽസ് ടു 1.5 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നിയമം നമുക്ക് നോക്കാം. ഇതൊരു എലിമിനേഷൻ ഡയറ്റാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ എലിമിനേറ്റ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഫാറ്റും കാർബും. പക്ഷേ അത് അബ്സല്യൂട്ട് ടേംസ് ആണോ എന്ന് ചോദിച്ചാൽ അബ്സല്യൂട്ട് ടേംസിലല്ല, അത് വഴിയേ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഫാറ്റിൻ്റെ അളവ് ഏറ്റവും കുറവായിരിക്കണം, കാർബിൻ്റെ അളവ് ഏറ്റവും കുറവായിരിക്കണം, പ്രോട്ടീൻ്റെ അളവ് ഏറ്റവും കൂടുതലായിരിക്കണം ഈ ഡയറ്റിൻ്റെ റേഷ്യോയിൽ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് അനുവദിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് അനുവദിക്കാത്തത്, റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ലീൻ മീറ്റ്, ഉദാഹരണം ടർക്കി മീറ്റ്, ചിക്കൻ ബ്രസ്റ്റ് പോലെയുള്ള മീറ്റുകൾ. അപ്പോൾ നമുക്ക് വേറെ മീറ്റുകൾ നോക്കാം. ബീഫ്, പൊതുവെ എക്സ്ട്രാ ലീൻ മീറ്റ് എടുത്താൽ പോലും അതിനകത്ത് 7% ഫാറ്റ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ചിലത് 5% ഫാറ്റാണ്. പക്ഷേ കഴിവതും അത് അവോയ്ഡ് ചെയ്യുക. ലീൻ മീറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റ് മീറ്റുകൾ ഉപയോഗിക്കുക, പോർക്ക് അവോയ്ഡ് ചെയ്യുക, ബീഫ് അവോയ്ഡ് ചെയ്യുക. ഡാർക്ക് പീസുകൾ, ചിക്കൻ്റെ തന്നെ തൈസും ലെഗും ഒക്കെ ഉണ്ട്, അതും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പിന്നെ ഇതിൻ്റെ പ്രോട്ടീൻ്റെ ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഫുഡിൽ നിന്ന് മാത്രം, മീറ്റിൽ നിന്ന് മാത്രം ഇത് കിട്ടുക എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈസി ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള വേ പ്രോട്ടീൻ ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ സമയമെടുത്ത് ഡൈജസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കേസിൻ പ്രോട്ടീൻ പൗഡറുണ്ട്. വേ പ്രോട്ടീൻ പൗഡർ കുറച്ചും കൂടെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി, അപ്പോൾ ആ ഒരു സാറ്റൈറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും വിശപ്പ് പിന്നെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡൈജഷൻ ഒന്ന് പതിയെ ചവിട്ടാൻ വേണ്ടിയിട്ടും ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുവാർ ഗം. ബേക്കറികളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബേക്കിംഗ് സാധനങ്ങളൊക്കെ വിൽക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നോക്കിയാലോ സൂപ്പർ മാർക്കറ്റുകളിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഗുവാർ ഗം അല്ലെങ്കിൽ ക്സാന്തൻ ഗം പോലെയുള്ള ഐറ്റംസ് കിട്ടും. ഇത് ഒരു 4-5 ഗ്രാം ഉപയോഗിക്കുക വേ പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ. അത് നമ്മുടെ ഡൈജഷൻ സ്ലോ ചെയ്യും. പിന്നെ വെജീസ് ആവശ്യത്തിന് എന്തോരം വേണമെങ്കിലും ഉപയോഗിക്കാം. 200, അതിൻ്റെ ഒരു സ്കെയിൽ ഞാൻ പറഞ്ഞുതരാം. വളരെ എനർജി ഡെൻസിറ്റി കുറവുള്ള സാധനമാണ് ഈ വെജീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സ്കെയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 250 ഗ്രാം സ്റ്റീംഡ് ക്യാബേജ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. 100 ഗ്രാം ക്യാരറ്റും ഞാൻ കഴിക്കും. 250 ഗ്രാം സ്റ്റീംഡ് ക്യാബേജിനകത്ത് വെറും 56 കാലറി മാത്രമേ ഉള്ളൂ. അപ്പോൾ
വെജീസ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. സ്റ്റീംഡ് ആയിട്ടുള്ള വെജീസ് അല്ലെങ്കിൽ ഫ്രഷ് ലീഫ്ലി വെജീസ് നിങ്ങൾക്ക് എന്തൊരു വേണമെങ്കിലും കഴിക്കാം. ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ പ്രൊഫൈൽ ഈ വെജീസിൽ വളരെ കൂടുതലായിരിക്കും. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. മൂന്നാമത്തേത് നിങ്ങളെ ഇറ്റ് കീപ്സ് യു ഫുൾ ഫോർ എ ലോങ്ങർ ടൈം. വയറ് നിറഞ്ഞ് കുറേ നേരം ഇരിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഫ്രൂട്ട്സ് ഞാനൊരു റെഡ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്, എന്നിട്ടൊരു ഡൗൺവേർഡ് ആരോഗ്യം കൊടുത്തിട്ടുണ്ട്. ദ റീസൺ ഈസ് അതിലൊരു നല്ല കൺട്രോളിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം വർക്കൗട്ട് ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അത് ഞാനിവിടെ ഒന്ന് രേഖപ്പെടുത്തിയേക്കാം. ഒരു സ്റ്റാർ, ലുക്സ് ലൈക്ക് എ സ്റ്റാർ. വർക്കൗട്ട് വേണം. വർക്കൗട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ചില ആളുകൾക്ക് ഈ ലോ കാർബ്, ഇത്രയും എക്സ്ട്രീംലി ലോ കാർബിലോട്ട് പോകുന്നത് കൊണ്ടും ലോ ഫാറ്റിലോട്ട് പോകുന്നത് കൊണ്ടും ഒരു നാച്ചുറലി ഒരു ഡ്രെയിനിങ് ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഇമോഷണലി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫ്രക്ടോസ് ഗ്ലൂക്കോസ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. ഞാൻ പേഴ്സണലി വർക്കൗട്ടിന് മുമ്പ് ഒരു 150 മുതൽ 200 ഗ്രാം ഫ്രൂട്ട്സ് ഉപയോഗിക്കാറുണ്ട്. അതെന്നെ മെൻ്റലി ഹെൽപ്പ് ചെയ്യാറുണ്ട്. പ്ലസ് എനർജി വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും ആ ഒരു ഇൻറ്റൻസിറ്റി പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഫ്രൂട്ട്സ് ഉപയോഗിക്കുക. അപ്പോൾ എന്തൊക്കെ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഫാറ്റി ഫുഡ് അവോയ്ഡ് ചെയ്യുക. അതിൽ മീറ്റുകൾ ഉൾപ്പെടും, ചില വെജീസ് ഉൾപ്പെടും. ഇപ്പോൾ അവക്കാഡോ പോലുള്ള സാധനങ്ങളിൽ കുറച്ച് ഫാറ്റിൻ്റെ അളവ് കൂടുതലാണ്, ഒലിവിൽ ഫാറ്റിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ സ്റ്റാർച്ചി കാർബുകൾ, കിഴങ്ങ്, മധുരക്കിഴങ്ങ്, ചോറ്, ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ, റൈറ്റ്. അപ്പോൾ അത് ഒരു മേജർ സാധനമാണ്, അത് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു 6 പോയിൻറ്റ്, 5 പോയിൻറ്റ് കൂട്ടിയാൽ മതി. ഇത് നോൺ നെഗോഷ്യബിൾ ആണ്. വർക്കൗട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നോട്ട് നെസസറിലി. ഞാൻ കറക്റ്റ് ഒരു ഡേറ്റ് പറയാം. 3 ദിവസം ഒരാഴ്ചയിൽ വർക്കൗട്ട് ചെയ്യുക. അത് പുഷ് പുൾ ലെഗ് ആവാം, അപ്പർ ലോവർ ആവാം, ഫുൾ ബോഡി ആവാം. 3 ദിവസം മിനിമം വർക്കൗട്ട് ചെയ്യുക. ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിന് മുകളിലോട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ വർക്കൗട്ട് ഈസ് നോൺ നെഗോഷ്യബിൾ. പിന്നെ 5 പ്രധാനപ്പെട്ട പോയിൻ്റ് ഡയറ്റും ഫോക്കസ് ചെയ്തിട്ടാണ് എങ്കിൽ ലോ ഫാറ്റ് ലീൻ മീറ്റുകൾ ഉപയോഗിക്കുന്ന കാര്യം എപ്പോഴും ഓർക്കുക. 2 വെജീസ്, എത്ര വേണമെങ്കിലും വെജീസ്, സ്റ്റീംഡ് ആയിട്ടോ റോ ആയിട്ടോ എത്ര വേണമെങ്കിലും വെജീസ് കഴിക്കാം. 3 ഫിഷ് ഓയിൽ. അത് ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ കോസ്റ്റൽ റീജിയണിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ പൊതുവെ മീനിൻ്റെ അവൈലബിലിറ്റി വളരെ കൂടുതലായിരിക്കും. പിന്നെ ചില മീനുകളിൽ ഫാറ്റിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അത് ഐഡിയൽ കേസ് അല്ല ഈ ഒരു ഡയറ്റിൽ. പക്ഷെ എന്നിരുന്നാൽ തന്നെ നിങ്ങൾ ഒരു സ്റ്റേപ്പിളായിട്ട് ഫിഷ് നിങ്ങളുടെ ഡയറ്റിൽ ഉപയോഗിക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ പ്രോട്ടീൻ സോഴ്സായിട്ട് ഫിഷാണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇത് നിർബന്ധമില്ല, അതൊരു ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ വിദേശത്തുള്ള ആളുകളോ അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയനുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളോ ആണെങ്കിൽ അവർക്കൊരു ഫുഡ് സ്റ്റേപ്പിളായിട്ടുള്ളൊരു സാധനം ആയിരിക്കില്ല ഫിഷ് എന്ന് പറയുന്നത്. അപ്പോൾ EPA DHA അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഫിഷ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മൾട്ടി വൈറ്റമിൻസ് ഒരു ഇൻഷുറൻസ് പോളിസിയാണ്. ഇപ്പോൾ നോട്ട് നെസസറിലി എല്ലാവരും വെജീസിൻ്റെ ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നില്ല. പക്ഷേ മൾട്ടി വൈറ്റമിൻ എന്ന് പറയുമ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് അവൈലബിൾ അല്ലാത്തൊരു സാഹചര്യത്തിൽ ജസ്റ്റ് ബിക്കോസ് നമ്മളത് ഫുഡിൽ നിന്ന് കിട്ടിയില്ല, പക്ഷേ നമ്മുടെ കയ്യിൽ സപ്ലിമെൻ്റ് ഉണ്ട്, എന്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല? അപ്പോൾ ഒരു ഇൻഷുറൻസ് പോളിസി ആയിട്ട് മാത്രമാണ് മൾട്ടി വൈറ്റമിൻസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് നമ്മളെ ഹെർട്ട് ചെയ്യുന്നില്ല. റാദർ നമുക്ക് ഡിമാൻഡ് വരുന്ന ഒരു സമയത്ത് ഫുഡിൽ നിന്ന് കിട്ടിയില്ല എങ്കിൽ മൾട്ടി വൈറ്റമിൻസ് ഉപയോഗിച്ച് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു അപാകത നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഉള്ളത് സോൾട്ട് ആൻഡ് ഹൈഡ്രേഷൻ. ഞാൻ ഊന്നി പറയുകയാണ്, ഈ ഒരു സാധനം വിട്ട് കളയില്ല. കാരണം 3rd day 4th നല്ലൊരു വാട്ടർ ലോസ് ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ, ഗ്ലൈക്കോജൻ ഡിപ്ലീറ്റഡ് ആവും. അങ്ങനെ കുറച്ച് ഒരു കീറ്റോസിസിൻ്റെ ചെറിയൊരു അവസ്ഥയിലോട്ട് നമ്മൾ ഒരു വിത്തിനിലേക്ക് വീക്ക് ചില ആളുകൾ പുഷ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഒരു ഡിപ്ലീഷൻ നടക്കുന്ന സമയത്ത് ക്രാംസ് ഉണ്ടാവും, കയ്യിൽ ക്രാംസ് ഉണ്ടാവും, ചിലപ്പം നമ്മുടെ ലാബ്സിലുണ്ടാവും, ചിലപ്പോൾ കാലിൻ്റെ ടോസിലുണ്ടാവും, ഈ ഒരു കൈൻ്റെ ഏരിയയിലുണ്ടാവും. സോ ഹൈഡ്രേഷൻ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ചില ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത് ലിക്വിഡ് IV പോലെയുള്ള ഇലക്ട്രോലൈറ്റ് ഡ്രിങ്കുകൾ അവർ ഓപ്റ്റ് ചെയ്യാറുണ്ട്. ചില ആളുകൾ ഉപ്പിൻ്റെ അളവ് അവർ വെള്ളത്തിലോ അല്ലെങ്കിൽ ഈ വെജീസ് കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മീറ്റിലോ പൊതുവിൽ നോർമലി ഇടുന്നതിനേക്കാളും കൂടുതൽ ഉപ്പ് ഇട്ട് അവർ കഴിക്കാറുണ്ട്. ഹൈഡ്രേഷൻ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ഇതാണ് ബേസിക്കലി PSMF അല്ലെങ്കിൽ പ്രോട്ടീൻ സ്പെയർഡ് മോഡിഫൈഡ് ഫാസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ബോഡി ഫാറ്റുള്ള ആളുകൾ കൂടുതൽ ഇതിൽ നിന്ന് ബെനിഫിറ്റ്സ് കൊയ്യും.
പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ഇതിനകത്ത് വീഗൻസിനൊരു ചെറിയ പ്രശ്നമുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ ആയിരിക്കും അവരുടെ പ്രധാനപ്പെട്ട പ്രോട്ടീൻ സോഴ്സായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ബാക്കിയുള്ള ഫുഡ് ഹോൾ ഫുഡ് സോഴ്സുകളെല്ലാം തന്നെ ഒന്നെങ്കിൽ പാക്ഡ് വിത്ത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫാറ്റ് ആയിരിക്കും. ഈ കാർബും ഫാറ്റ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, കാർബും ഫാറ്റും ഒന്നും മോശമായിട്ടുള്ള കാര്യങ്ങളല്ല. ഒരു ഹെൽത്തി BMI അല്ലെങ്കിൽ ഹെൽത്തി ബോഡി ഫാറ്റ് പെർസെൻറ്റേജും ഒക്കെയുള്ള ആളുകൾക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഈ എല്ലാം കഴിക്കാം ഇൻ മോഡറേഷൻ, അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് ഡിമാൻഡുകൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് കഴിക്കാം. പക്ഷേ ഞാനിത് പറയുന്നത് ഇഫ് യു ഹാവ് ഹയർ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്, നിങ്ങൾക്ക് ആ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഉപയോഗിക്കപ്പെടണം, അത് കുറയ്ക്കണം. ഒരു ലോങ് ടേം സ്മോൾ ഡെഫിസിറ്റിൽ പോകാൻ കഴിയാത്ത ആളുകൾക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന, അവരുടെ മസിൽ മാസ് പ്രിസർവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡായിട്ട് മാത്രം PSMFനെ കാണുക. ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഞാൻ പേഴ്സണലി അടുത്ത 2 ആഴ്ചത്തേക്ക് ഇതായിരിക്കും ചെയ്യുന്നത്. ഇത് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ഗ്രോസറി എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയാണ് ഞാൻ വാങ്ങിക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ മീൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അടുത്ത വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ അതുവരെ ബൈ. അറിയാവുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, കൂട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം പറഞ്ഞു കൊടുക്കുക. ഹൈ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ ഇടവേ 2 ആഴ്ച കൊണ്ട് നല്ലൊരു വ്യത്യാസം ഉണ്ടാകുക എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുക. ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക്, വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ള ആളുകൾക്ക് ഇതൊന്നും സജസ്റ്റ് ചെയ്യില്ല. ഹെൽത്തി ആയിട്ട് നല്ല വെൽബീയിങ്ങിലുള്ള ആളുകൾക്ക് സജസ്റ്റ് ചെയ്യുക. അവർ സ്വയമേ ചെയ്ത് സ്വന്തം റിസ്കിൽ ചെയ്ത് റിസൾട്ട് കിട്ടുവാണെങ്കിൽ നല്ല കാര്യം.